ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ സബ് സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ റോഡ് ടു 10K ആണ്. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി 3 ഗിവ് അവേ ഉണ്ട്. അതായത് ഗൈസ് നമ്മൾ ഗിവ് അവേന്റെ കാര്യം എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം മച്ചാമാരെ. നമ്മുടെ ഈ ഒരു വീഡിയോക്ക്, അതായത് ഞാൻ ഈ ഇടുന്ന ഒരു വീഡിയോക്ക് 1K ലൈക്ക് 1000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഗിവ് അവേ നമ്മൾ ഒരു ആപ്പ് ഉണ്ട്, ഓട്ടോപിക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ എത്രത്തോളം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഈ ഒരു ആപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ 3 പേരെ എടുത്ത് തന്നിട്ട് 2 പേർക്ക് നമ്മൾ ഓൾറെഡി 89 രൂപ സാധാ റെഡീം കോഡാണ് നമ്മുടെ 260 കോയിൻ വരുന്നത്. ഒരാൾക്ക് എന്റെ റൂമിയുടെയും നമ്മുടെ ബെലറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്ലെയറും കൂടി ഉണ്ട്. ആ ഒരു പ്ലെയറുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും സെക്കൻഡ് അക്കൗണ്ട്. അപ്പൊ മച്ചാമാരെ അതായിരിക്കും നമ്മുടെ ഗിവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ വിന്നറിനെ നമുക്ക് ലൈവിലൂടെ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. കാരണം അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ആപ്പ് വെച്ച് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോകളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകണം, നിങ്ങൾക്കറിയാം നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച മെയിൻ്റെനൻസ് കാര്യങ്ങൾ വന്നപ്പോൾ കുറച്ചധികം പാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. സെലക്ഷൻ കോൺട്രാക്ട് നിങ്ങൾക്കറിയാം. ഇപ്പൊ എടുത്തവരെല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ വരുന്ന 27-ാം തീയതി നാഷണൽ പോർട്ടൽ എല്ലാവർക്കും സ്കൂളൊക്കെ അടയ്ക്കുന്ന ടൈമാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ കിമ്മിച്ചും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുബോയും ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രി നോക്കിയപ്പോഴാണ് അൺവെയറിംഗ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പിക് പാക്ക് ഒക്കെ വരുന്നുണ്ട്. കൺസെപ്റ്റ് ആയിട്ടാണ്. റാഷ്ഫോർഡ്, അതുപോലെ നമ്മുടെ അഡ്രിയാനോ, ഇബ്രാഹിമോവിച്ച് ഇവരൊക്കെ ഉള്ള ഒരു കാർഡാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ വരട്ടെ, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാർഡുകളാണ്. പിന്നെ ഓൾറെഡി കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ പുതിയ അംബാസഡർ പാക്ക് ആന്റണീന്റെ പാക്ക് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറെ എനിക്ക് തോന്നുന്നു ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഈ ആന്റണീന്റെ സംഭവം. മച്ചാമാരി ഇത് സംഭവം ഫേക്ക് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ ഇതുവരെ യമാന് മാത്രമേ ഈ ഒരു അപ് ടു ഡേറ്റില് നമ്മുടെ എന്താ പറയാ ഈ ഫുട്ബോൾ അല്ലെ കൊനാമി ആയിട്ടൊരു ഇത് നടത്തിയിട്ടുള്ളൂ, അംബാസഡർ ആയിട്ടുള്ളൂ. നമ്മുടെ ആന്റണി ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പൊ മിക്കവാറും പിന്നെ നമ്മുടെ യമാലിന്റെ ഒരു എഡിഷൻ പാക്ക് ഈ വരുന്ന ഏപ്രിൽ 17 3-ാം തീയതിയാണ് നമ്മുടെ മെയിൻ അപ്ഡേറ്റ്. അപ്പൊ മിക്കവാറും അന്ന് നമുക്കൊരു 1800 കോയിന്റെ യമാലിന്റെ പാക്ക് ഷുവറാണ്, ഉറപ്പിക്കാവുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മച്ചാമാരെ വീണ്ടും പറയാനുള്ള കാര്യം, നമ്മുടെ റൊണാൾഡോ, അതായത് ഗൈസ് ഈ 2025 നമ്മുടെ ഈ സ്പോർട്സിന്റെ FC സ്പോർട്സിന്റെ ഇതുമായിട്ട് നമ്മുടെ റയൽ മാഡ്രിഡിന്റെ അവരുടെ ഇത് തീരാൻ പോവാണ്. അപ്പൊ മിക്കവാറും ഈ ഫുട്ബോളുമായിട്ട് അവർ മിക്കവാറും ഒരു കൊളാബറേഷൻ നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാഡ്രിഡ് അല്ല, റയലാണ്. അപ്പൊ റയൽ വരുമ്പോൾ ഒന്നെങ്കിൽ ഗൈസ് നമ്മുടെ റൊണാൾഡോ ഒക്കെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു സംഭവം എന്തായാലും വരട്ടെ. കാരണം അവര് റയൽ പണ്ടത്തെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പത്തെ കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പത്തെ കൊണ്ടുവന്നാലും ഓൾറെഡി നമ്മുടെ എംബാപ്പയുടെ ഒക്കെ മാഡ്രിഡ് ചമ്പാക്കിന്റെ ആയിരിക്കും കൊണ്ടുവരിക. പിന്നെ ഇംഗ്ലണ്ടിന് ഇങ്ങനൊരു പാക്ക് കണ്ടു, അതുതന്നെയാണ് ഞാൻ പിന്നെയും കണ്ടത്. മാഡ്രിഡിന്റെയും ഡെർബി ഡേ എന്ന് പറഞ്ഞിട്ട് 2 പാക്കുകൾ വരാനുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ ഉണ്ട് മച്ചാമാരെ. ഇത്ര കോയിൻ ഇല്ലെങ്കിലും സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ നമുക്ക് ഒരാഴ്ച ഒരു 100-200 രൂപ കിട്ടുന്ന കോയിൻ പരിപാടിയൊക്കെ കൊനാമി കൊണ്ടുവരാൻ പോവാണ്. പിന്നെ ഓൾറെഡി നമുക്കറിയാം സാന്റോസ് നെയ്മർ പോയിട്ട് കുറേയായി, നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ ഒരു നെയ്മർ തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഈ പ്രാവശ്യം നമുക്ക് ഷോർട്ട് ടൈം വന്ന പോലെ മിക്കവാറും അടുത്ത ആഴ്ചയും ഷോർട്ട് ടൈം ആഴ്ചയിൽ ഒരെണ്ണം പ്രതീക്ഷിക്കാം. ബ്ലിറ്റ്സ്കാളിലാണ്, സണ്ണൊക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി കൊനാമി ഫിഫയായിട്ട് ഒരു സൈനപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കോയിനും ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും മിക്കവാറും ഗൈസ് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നു, റൊണാൾഡോന്റെ ഒരു കാർഡ് ഉണ്ട്. കാരണം ഓൾറെഡി ഫിഫ അനുബന്ധിച്ചൊരു കാർഡ് ഉണ്ട്. പിന്നെ ബിഗ് ടൈം ആയിട്ടുള്ള സൂപ്പർ ജപ്പാൻ എന്ന് പറഞ്ഞൊരു പാക്ക് വരുന്നുണ്ട്. ജപ്പാനാണ് ഗൈസ്. അപ്പം എന്തായാലും അവർക്ക് ഫ്രീ ഉണ്ടാവും, നമുക്ക് 100 രൂപ ഇട്ട് കറക്കേണ്ടി വരും. പിന്നെ ഗൈസ് നാഷണൽ മിഡ്ഫീൽഡേഴ്സ് ആണ് പിന്നെ ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മുടെ ഫെർണാണ്ടസ് ഒക്കെ ഉള്ളത്. അപ്പൊ മിക്കവാറും അടുത്ത ആഴ്ച നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പിന്നെ റയലുമായിട്ട് വീണ്ടും ഈ ഫുട്ബോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ എപ്പിക് ആനിവേഴ്സറിയാണ്, എന്തായാലും വരട്ടെ. എല്ലാവരും വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്. BBC ഒക്കെ വന്നു കഴിഞ്ഞാൽ കത്തും. അതുപോലെ ഗൈസ് പിന്നെ കണ്ടത് നമ്മുടെ റൊണാൾഡോന്റെ 1800 ഒരു പാക്കാണ് ഗൈസ്. ഇത് ജസ്റ്റ് ആർട്ടാണ്, പക്ഷെ എന്നാൽ ഈ പാക്ക് 1800 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ, ഈ ഒരു പാക്ക് വന്നാൽ മതി, നമ്മൾ എടുക്കുന്ന ഒരു പാക്ക് ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമന്റ് ചെയ്യുക, ഈ ഒരു പാക്കൊക്കെ വന്നാൽ നിങ്ങൾ എത്ര പേര് എടുക്കില്ല. അത് പിന്നെ ഗൈസ് ഞാൻ ജസ്റ്റ് പ്ലേയിങ് സ്റ്റൈൽ കാണിച്ചിട്ട് ബുള്ളറ്റ് ഹെഡറിനും ക്രോസ് സ്പെഷ്യലിസ്റ്റിനും പറ്റിയ എന്താ പറയുക പ്ലേയേഴ്സിനെ കിട്ടിയപ്പോൾ കാണിച്ചു തോന്നുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1K ഗൈസ് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ലൈവിനല്ല കേട്ടോ. നമ്മുടെ മച്ചാമാരി ഇന്നലെ കുറച്ചൊരു ചോദിച്ചിട്ടുണ്ട് ലൈവിനാണോ എന്നല്ല, നമ്മുടെ ഞാനിപ്പോ ഈ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോക്ക് 1K ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ റോഡ് ടു 10K ആണ്. അപ്പൊ എല്ലാവരും ഒരു ഉഷാറാക്കുക. അപ്പൊ നമുക്ക് ലൈവായിട്ട്
കേട്ടോ. ലൈവ് 8 മണിക്കായിരിക്കും മച്ചാമാര് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട്, അടിപൊളിയായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്.